ഹായ് മലയാളീസ്, നമസ്കാരം. നിങ്ങൾ ഈ പേജ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ പിന്നീട് പറയാൻ പോകുന്ന കാര്യത്തിൽ ഈ പേജ് ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരു പുതിയ മെത്തേഡാണ് ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ എലക്ഷൻ മെസ്സേജിങ് സർവേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എലക്ഷൻ മെസ്സേജിങ് സർവേ എന്നുള്ളതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിതിൽ പൊതുവേ യൂട്യൂബിലൊക്കെ കണ്ടുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശതമാന കണക്കുകൾ കാണിക്കലാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടില്ല. നമുക്ക് ഓരോ മണ്ഡലങ്ങളും കിട്ടണം. ഓരോ മണ്ഡലങ്ങളിലും തിരിച്ചിട്ട് നമുക്കതിനെ റിസൾട്ട് പറയാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നൽ വന്നത്. നമുക്ക് ഇതിൽ യൂട്യൂബിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇറങ്ങി നടന്ന് ഓരോ മണ്ഡലങ്ങളിലും നടന്നിങ്ങനെ സർവേ എടുക്കുക, അതൊന്നും ഒരു ആധികാരികമായിട്ടുള്ളൊരു സർവേ കിട്ടുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ അതിനൊക്കെ വേറെ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഞങ്ങൾക്ക് ജോലിയുണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും അതിനെ തിരിച്ച് മണ്ഡലം തിരിച്ച് ഓരോ മണിക്കൂറിലും ഞങ്ങളതിനെ നോക്കി മണ്ഡലങ്ങൾ തിരിച്ച് ആ മെസ്സേജിനെ ഞങ്ങൾ വോട്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ സർവേ ആക്കി കണക്കാക്കി നിർത്തി ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം ഞങ്ങൾ അതിന് നിങ്ങൾക്ക് റിസൾട്ട് തരേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജോലിയുണ്ട് ഈ പറഞ്ഞ ദിവസം വരെ. അപ്പോൾ നിങ്ങളതിനെ പ്രത്യേകം ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സർവേയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻ മെത്തേഡ് പറയുന്നതിന് മുന്നേ ഞാൻ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ള ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഒരു വലിയൊരു ഹരം നമ്മളിപ്പോൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ നല്ല 3 മുന്നണികളുടെ കടുത്ത മത്സരം നടക്കുന്നത് കൊണ്ട് നമുക്കിത് വലിയൊരു ഉത്സവം തന്നെയാണ്. അന്ന് പൊതു അവധിയായിരിക്കും. നിങ്ങളന്ന് ലീവ് എടുത്തുകൊണ്ട് നിങ്ങൾ ടൂറിന് പോകരുത്, അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങൾക്ക് നിങ്ങൾ പങ്കെടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോയി പങ്കെടുക്കുക. കാരണം പലരും പുറത്തിരിക്കുന്ന തെറി പറയുന്നത്, അതായത് നമ്മൾ ഭരിക്കുന്ന ഗവൺമെൻറ് ശരിയല്ല, അവർ ചെയ്തത് ശരിയല്ല, അവരങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കതിനെതിരെ പ്രതികരിക്കാനായിട്ട് നമുക്കുള്ള ഒരവസരം, ഒരേ ഒരു അവസരമാണ് ജനങ്ങൾക്കുള്ള, പൊതുജനങ്ങൾക്കുള്ള ഒരു അവസരമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ വോട്ടാണ് തീരുമാനിക്കുന്നത് ആരാണ് എന്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഓരോ തെറിയും ഉണ്ടെങ്കിൽ ആ തെറിയും വോട്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സുണ്ടെങ്കിൽ ആ നല്ല മനസ്സും വോട്ടാക്കി മാറ്റുക ആ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളത് കൈവിട്ട് പോകരുത്. നിങ്ങൾ ഇലക്ഷൻ ദിവസം ഇലക്ഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മുടെ ഇലക്ഷൻ്റെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മളുടെ മെസ്സേജിൽ കയറി മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ മണ്ഡലം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മണ്ഡലം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മണ്ഡലം ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹൈഫൻ ഇട്ട് ഒരു വര, ആ ഹൈഫൻ ഇട്ടതിന് ശേഷം നിങ്ങൾ UDF ആണെങ്കിൽ U എന്നും, LDF ആണെങ്കിൽ L എന്നും, BJP ആണെങ്കിൽ B എന്നും രേഖപ്പെടുത്തുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. കൂടാതെ നിങ്ങളുടെ മെസ്സേജുകൾ 1 മണിക്കൂറിനുള്ളിൽ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്, പ്രൈവസി മാനിച്ച്.